നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചു കാലമായിട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു വിവാദമുണ്ടാക്കുന്ന പരസ്യ പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന് നേരെയാണ് അദ്ദേഹത്തെ അഹങ്കാരി എന്ന് വിളിച്ചുകൊണ്ട് പലതരത്തിലുള്ള പരാമർശങ്ങൾ അങ്ങനെ നടത്തിയിരിക്കുകയാണ്. ഏതായാലും പക്ഷെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന തലക്കെട്ട് NSS ജനറൽ സെക്രട്ടറിയെ നമ്മുടെ മുഖ്യമന്ത്രി അപമാനിച്ചു വിട്ടു എന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ ഒരു കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ നേതൃത്വം, അത് സുകുമാരൻ നായർ ആയിക്കോട്ടെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ആ സംഘടനയുടെ നേതൃത്വം മുഖ്യമന്ത്രിയോട്, കേരള മുഖ്യമന്ത്രിയോട് എന്താണ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടുക. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലൊരു പൊതു വിഷയമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതൊരു കാരണവശാലും നിഷേധിക്കപ്പെടേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു അനുമതി നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. പക്ഷേ നമ്മൾ അതിനു മുമ്പുള്ള ചില കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കണം. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മുൻ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ദില്ലിയിലൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, NSSൻ്റെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് NSSൽ നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും തന്നെ അതിന് അനുവദിച്ചില്ല, അത് ചില ഗേറ്റ് കീപ്പർമാരുടെ കാല് താങ്ങാൻ പോകാത്തത് കൊണ്ടാണ് എന്നെ അനുവദിക്കാത്തത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി NSSൻ്റെ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. രണ്ടാമത് ഒരു വിഷയമെന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ NSS ആസ്ഥാനം സന്ദർശിക്കാനുള്ള അനുമതി ചോദിച്ചപ്പോൾ അന്ന് ഇതേ സുകുമാരൻ നായർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നെ സുരേഷ് ഗോപിക്കെതിരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ അനുമതി ചോദിച്ചാൽ അത് കൊടുക്കാത്തതിൽ തെറ്റൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് കൊടുത്താലാണ് എന്തെങ്കിലും അസ്വാഭാവികത എന്ന് പറയേണ്ടി വരിക. VD സതീശനും സുകുമാരൻ നായരുമായിട്ട് വലിയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ പേരിലായിരിക്കാം ഇങ്ങനെ ഒരു അനുമതി നിഷേധിക്കപ്പെട്ടത്. എന്തായാലും ഔദ്യോഗികമായി അങ്ങനെ പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ എന്താണ് സ്റ്റേറ്റ് ഹെഡാണ്, ഗവർണറാണ് ഈ സർക്കാരിൻ്റെ തലവൻ എന്നൊക്കെ പറയുമ്പോഴും ഈ സർക്കാരിനെ നയിക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി VD സതീശൻ ഒരു കാര്യത്തിന് അവൈലബിൾ അല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ധനവകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കേറിയ സമയമാണ്, വളരെ തിരക്കിട്ട ഒരു മനുഷ്യനാണ്. ഒന്നോ രണ്ടോ തവണ കൂടിക്കാഴ്ചയ്ക്ക് അനുമതിക്ക് അപേക്ഷിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരി എന്നൊക്കെ വിളിക്കുന്നത് അതൊരു പരിധിവരെ അല്പത്തരമാണ് എന്ന് പറയാൻ കഴിയും. ഈ പാത്രം അറിഞ്ഞ് വിളമ്പുക ഉള്ളതാണല്ലോ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്ക് കിട്ടേണ്ട പരിഗണന ഇതല്ല. പക്ഷേ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. ഇയാൾ ആരാണ് ഈ അനുമതി ചോദിച്ചാൽ ഉടൻ കൊടുക്കാൻ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഈ അർഹതയുള്ള പാത്രങ്ങളിലെ വിളമ്പി കിട്ടൂ എന്ന് പറയുന്നത് പോലെ ആണ് അങ്ങോട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങോട്ടും കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഔദ്യോഗികമായി നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ തിരക്കുകളൊക്കെ പറയാമെങ്കിലും ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം VD സതീശനെ ഏതാണ്ട് കുറേ കാലം മുതൽ തന്നെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുകുമാരൻ നായർ. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ അനുഭാവമുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനോട് എപ്പോഴും അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സമുദായ നേതാവ് കൂടിയാണ്. എന്നിട്ടും VD സതീശനെ അദ്ദേഹം ശക്തമായി പരസ്യമായി പലയിടങ്ങളിലും എതിർത്തിട്ടുണ്ട്. തിണ്ണ നിറങ്ങാൻ പോവില്ല എന്ന് പറഞ്ഞിട്ടതേ അരമനകളിൽ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിമർശനം. പക്ഷേ ഈ വിമർശനം ഇദ്ദേഹം സുകുമാരൻ നായർ കടുപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ പാർട്ടിയും VD സതീശനുമൊക്കെ നിൽക്കുമ്പോഴാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് NSS എല്ലാവരെയും ഞെട്ടിക്കുന്നത്. NSSും SNDPയും എല്ലാം. SNDP പക്ഷേ നേരത്തെ ഒരു ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ LDF സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ ഈ നാട് മുഴുവൻ എതിർത്തപ്പോഴും അതിനെ അനുകൂലിച്ച സംഘടനയാണ് NSS. കാരണം NSS ശബരിമല ആചാര ലംഘനത്തിനെതിരെ ധാരാളം നിയമ പോരാട്ടമൊക്കെ നടത്തി എന്ന് പറയുന്ന സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന ശബരിമലയിൽ ആചാരം ലംഘിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ആഗോള അയ്യപ്പ സംഗമമെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ തട്ടിപ്പ് പരിപാടിയായി കാണാവുന്ന ഒരു പരിപാടിക്ക് പിന്തുണ കൊടുക്കുക. അതിനുശേഷം
ഈവൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനും ശേഷം പോലും തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഏതാണ്ട് സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ മന്ത്രിസഭയുടെ സ്ഥാനം അറബിക്കടലിലാണ് എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ CPM-നൊപ്പം നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ അവരിൽ ഒരാളാണ് സുകുമാരൻ നായർ. അന്ന് സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ട്രെൻഡ് വേറെയാണ്. 24 മണിക്കൂർ മുമ്പ് നടക്കുന്ന ചില കാര്യങ്ങൾ മതി കാര്യങ്ങൾ മാറി മറിയാൻ. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടമൊന്നും അത് വെച്ചിട്ട് ആരും അഹങ്കരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അത് കൃത്യമായി PD സതീശൻ 100-ലധികം സീറ്റുകൾ കിട്ടിയില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ ആ സമയം കൂടിയാണ്. അതായത് സതീശനെ ഒതുക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സുകുമാരൻ നായർ കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല UDF-നെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. എപ്പോഴും സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന NSS ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്താകുന്നു, നേരെ SNDP-യുമായിട്ട് കൈകോർക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ കൈകോർത്തുകൊണ്ട് CPIM-നെ അല്ലെങ്കിൽ LDF-ന്റെ തുടർഭരണം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടി CPM-ന് അനുകൂലമായ ചില പ്രസ്താവനകൾ നടത്തുന്നു. ഇത് തീർച്ചയായും കോൺഗ്രസ് ക്യാമ്പിനെ വല്ലാത്ത രീതിയിൽ അരിശം കൊള്ളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് UDF-ന്റെ ഒരു സർക്കാർ വരും എന്ന ഒരു ഘട്ടം എത്തിയപ്പോഴും UDF സർക്കാർ വരുന്നെങ്കിൽ വന്നോട്ടെ, പക്ഷെ സതീശനാവാൻ പാടില്ല എന്നൊരു നിലപാട് പരസ്യമായി തന്നെ NSS-ഉം SNDP-യും എടുക്കുന്നു. ഇതാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയം. ഇത് തീർച്ചയായും VD സതീശൻ പ്രതീക്ഷിച്ചതല്ല. VD സതീശൻ്റെ പിന്നിൽ നിന്ന് കുത്തിയതാണ് തിരഞ്ഞെടുപ്പ് നിർണായകമായ സമയത്ത്, പ്രത്യേകിച്ചും അദ്ദേഹം രാഷ്ട്രീയ വനവാസമൊക്കെ പ്രഖ്യാപിച്ചു നിൽക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വലിയ കടുത്ത രാഷ്ട്രീയമുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നിഷേധിക്കുന്നതിലും അതിൻ്റെ പിന്നിലും VD സതീശൻ്റെ രാഷ്ട്രീയം തന്നെയായിരിക്കും. തന്നെ ഇത്രയധികം ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയെ താനെന്തിനും മുഖ്യമന്ത്രിയായതിനു ശേഷം കാണണം എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ VD സതീശനാണെങ്കിലും ഈ ഒരു കടുംപിടുത്തം തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ അങ്ങനെ NSS-നെ അവരുടെ കാണാതിരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ കടുത്ത നീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഇവരുടെ തന്നെ ഭരണസമിതിയിൽ നിന്നും മന്ത്രിമാരുടെ അടുത്തു നിന്നാണെങ്കിലും ഇപ്പോൾ മറ്റുള്ള MLA-മാരുടെ അടുത്തു നിന്നാണെങ്കിലും പലതരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ അത് പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ NSS പോലുള്ള സംഘടന പരസ്യമായി തന്നെ ഇപ്പോൾ പല സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും പ്രതിഷേധിക്കാനും മറ്റുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും. പക്ഷേ അധിക നാൾ ഈ ഒരു സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെയെങ്കിലും മഞ്ഞുരുകിയേ പറ്റൂ. കാരണം അത് VD സതീശൻ്റെ ആവശ്യം എന്നതിനേക്കാൾ ഉപരി NSS-ൻ്റെയും SNDP-യുടെയും ആവശ്യമാണ്. രാഷ്ട്രീയക്കാർ തിണ്ണനിരങ്ങുന്നു, രാഷ്ട്രീയക്കാർ വന്ന് എന്നോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ അവർ പറയുമെങ്കിലും സർക്കാരുമായി അല്ലെങ്കിൽ ഭരണപക്ഷവുമായി എപ്പോഴും ഒരു ചെറിയ കണക്ഷൻ സൂക്ഷിക്കാൻ ഇത്തരം സംഘടനകൾ നിർബന്ധിതരാണ്. കാരണം എത്രമാത്രം നേരിട്ടുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശനെതിരെ നടത്തിയത്. ഈ പറയുന്ന അഹങ്കാരി പ്രയോഗമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല VD സതീശൻ 100 സീറ്റ് നേടുമെങ്കിൽ കൊള്ളാമല്ലോ, അങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. പ്രകടമായി തന്നെ കുറച്ചുകൂടി NSS-നേക്കാൾ കുറച്ചുകൂടി പ്രകടമായി CPM-നോടൊപ്പം നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിക്കുകയും VD സതീശനെ എതിർക്കുകയും മുസ്ലിം ലീഗിനെ ഒരു ഭാഗത്ത് എതിർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതിനിധിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഈ സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം പോയി മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ അതിനകത്ത് തീർച്ചയായും മഞ്ഞുരുകൾ നടന്നിട്ടുണ്ട്. സംഘടനാപരമായി അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകൾ എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വവുമായി തഞ്ചത്തിൽ താളം ചവിട്ടി നിൽക്കുക എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ LDF സർക്കാർ തുടരണം എന്നാഗ്രഹിച്ച സംഘടനയാണ് SNDP. UDF-നെതിരെ പ്രത്യേകിച്ചും VD സതീശനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയ SNDP അധികാരത്തിൽ UDF-ആണ് വന്നത് എന്ന് കണ്ടപ്പോൾ, അതും VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് കണ്ടപ്പോൾ ഒട്ടും താമസിയാതെ എന്ത് ചെയ്തു? ദൂതനെ അയച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ മകനെ തുഷാർ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയെ കാണാൻ അയച്ചുകൊണ്ട് കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ചു. അത്തരമൊരു പരിഹാരത്തിനായിരിക്കാം NSS-ഉം ശ്രമിക്കുന്നത്. ഇവരിപ്പോൾ പറയുന്ന ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഭേദഗതിക്കോ അങ്ങനെ ഒക്കെയാണ് കാണാൻ പോകുന്നത്. ആദായ നികുതി വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പാണ്, സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു വകുപ്പുമായിട്ട് എന്തിനാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്? ചിലപ്പോൾ കാര്യം ഉണ്ടാവാം, പക്ഷേ മുഖ്യമന്ത്രിയെ കാണുന്നത് എന്ന് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് വ്യക്തമല്ല. പക്ഷേ ഇങ്ങനെ ആണ് കാര്യം പറയുന്നതെങ്കിലും
ഇതിനകത്ത് ED സതീശനുമായിട്ടുള്ള മഞ്ഞുരുക്കുക, UDFനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു നീക്കുക, അത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ വരട്ടെ, ഒരല്പം കൂടി സമയമായിട്ടില്ല, തങ്ങളെ അത്രയധികം ദ്രോഹിച്ചത് ഇവരാണ് എന്നൊരു ബോധ്യം മുഖ്യമന്ത്രിക്കുള്ളത് കൊണ്ടായിരിക്കാം അല്പനേരം പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ തർക്കങ്ങളും മഞ്ഞുരുക്കലൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ അത് സ്വാഭാവികമാണ്. ഈ പറഞ്ഞ പോലെ പലപ്പോഴും പല അപ്രതീക്ഷിതമായിട്ടുള്ള പല നീക്കങ്ങളും പല നേതാക്കളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും ഒന്ന് കുറച്ചുകൂടെ, ഈ ചേട്ടൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ മാസങ്ങൾ പിന്നിടട്ടെ, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒരു മഞ്ഞുരുകലിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ ഏതായാലും VD സതീശൻ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സുഗമമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്കിന് ഒരു തലവേദന തന്നെയായിരിക്കും, വലിയ തലവേദന നമുക്ക് പറയാൻ സാധിക്കും. അതെ, രമേശ് ചെന്നിത്തല ഇപ്പുറത്തുണ്ടല്ലോ. രമേശ് ചെന്നിത്തല ഒരു അധികാര കേന്ദ്രമായിട്ട് തന്നെ മറുഭാഗത്തുണ്ട്. KC വേണുഗോപാലിൽ നേരിട്ടില്ല എങ്കിലും KC വേണുഗോപാലിൻ്റെ പ്രതിനിധികൾ VD സതീശന് ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് NSSന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആളുണ്ട്. അപ്പോൾ അത് നടന്നേക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും ജനവികാരം NSSന് അനുകൂലമല്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അനുമതി കിട്ടിയില്ല എങ്കിൽ അത് തഞ്ചത്തിൽ പരിഹരിക്കുന്നതിന് പകരം അത് വിളിച്ചു പറയുകയും മുഖ്യമന്ത്രി അഹങ്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ വാതിൽ എന്നേക്കുമായി അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അതിനകത്ത് ബുദ്ധിമുട്ടാവുക NSSന് തന്നെയായിരിക്കും. തൽക്കാലം NSSന് അനുകൂലമല്ല ജനവികാരം എന്നുള്ളത് കൊണ്ട് തന്നെ സതീശന് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഭാവിയിൽ അങ്ങോട്ടേക്ക് ചില മന്ത്രിമാരും ചില MLAമാരും ഒക്കെ NSSന് വേണ്ടി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. ഏതായാലും ഈ ഒരു മഞ്ഞുരുക്കലിന്റെ കാലം അത് ഇനി എത്രത്തോളം ദിവസങ്ങൾ തള്ളി നീക്കപ്പെടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായിട്ടും ഒരാൾ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല എന്ന് പറയുന്നു, ഒരാൾ മുഖ്യമന്ത്രി അഹങ്കാരി എന്ന് വിളിക്കുന്നു. തീർച്ചയായിട്ടും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം, ഈ പറഞ്ഞ പോലെ ഒരു മഞ്ഞുരുക്കൽ തീർച്ചയായിട്ടും സംഭവിക്കും. എന്തായാലും എന്തായിരിക്കും എന്ന് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.